ഫിത്നകൾ ഉണ്ടായിത്തീരുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹിക ചുറ്റുപാട് എല്ലാം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും തൊട്ടതിനും തോണ്ടിയതിനും മുഴുവനും സർവമാന ഫിത്നകളും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന, കാര്യമുള്ളതും ഇല്ലാത്തതുമായ വിഷയങ്ങൾക്ക് മുഴുവനും സ്വസ്ഥമായ ഒരു ജീവിതം ഗ്രഹാന്തരീക്ഷത്തിൽ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള സാമൂഹികമായ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് വീടിന്റെ അകത്തളത്തിലേക്ക് കയറി വരുമ്പോ അതിനേക്കാൾ വലിയ ഫിത്നയാണ് വീട്ടിന്റെ അകത്തുണ്ടാവും, അല്ലെ? മുൻകാലങ്ങളിലൊക്കെ പുറത്തെന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മുടെ സഹധർമ്മിണി ഇരു കരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിച്ച് ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുശലാന്വേഷണങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളോട് ചോദിച്ചറിഞ്ഞ് അതിന് സമ്പൂർണമായ ഒരു പരിഹാരമൊക്കെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ദുനിയാവല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതല്ലേ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കേണ്ട എന്ന് പറഞ്ഞ് സ്വാന്തനിപ്പിക്കുന്ന ഒരു ശൈലി നമ്മുടെ കുടുംബിനികൾക്ക് നല്ല ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇന്ന് പുറത്തു നിന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും വീട്ടിന്റെ അകത്തുണ്ടാവുക. വീട്ടിന്റെ അകത്തും സ്വസ്ഥതയില്ല, പുറത്തും സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടം ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഉണ്ടോ? അപ്പോ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി, കാരണം എനിക്കും അറിയില്ലല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, സതകൂനു ഫിത്ന, വളരെയധികം ഫിത്നകൾ ഉണ്ടാകുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫവൽ മഖ്റജു മിൻഹാ യാ ജിബ്രീൽ. ജിബ്രീലേ, ഫിത്നയുണ്ടാകും, ഫസാദ് ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ഒക്കെ ശരി തന്നെയാണ്, അതിനൊരു പരിഹാരമുണ്ടല്ലോ ജിബ്രീൽ. എന്താണ് ജിബ്രീലേ? ആ ഫിത്നയിൽ നിന്ന് ശമനം ലഭിക്കാൻ, ആ ഫിത്നയെ അടക്കാൻ, ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി ജിബ്രീൽ? ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിഹാരം. നമുക്കൊക്കെ അറിയാം, മുൻകാലങ്ങളിലൊക്കെ വീട്ടിന്റെ അകത്തളങ്ങളിൽ സുബ്ഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലുള്ള ഉമ്മമാര് ഓതുന്നു, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഗ്രഹാന്തരീക്ഷം സന്തുഷ്ടമായിരുന്നത്. രാത്രി സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തന്നെ വുളു എടുത്തതാ നിസ്കാര റൂമിലേക്ക് ഉമ്മ കടന്നു വരുന്നു. കടന്നു വന്നതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതെല്ലാം നമുക്ക് അന്യമായി പോയി. മഗ്രിബ് വാങ്ക് വിളിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നിരുന്നു കൊണ്ട് ഉമ്മ ഓതുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ്. അന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്തില്ല,
നല്ല ഒരു ചോർന്നൊലിക്കാത്ത വീടില്ലാഞ്ഞിട്ട് പോലും ആ കുടുംബത്തിൽ മനസ്സിന് സമാധാനമില്ലാത്ത ഒരു പ്രശ്നമില്ല. മനസ്സിന് വല്ലാത്ത വിശാലതയാണ്. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വലിയ വിശാലതയാണ്. ഇന്നാവട്ടെ വിശാലമായ 2000-ഉം 3000-ഉം സ്ക്വയർ ഫീറ്റ് വീടാ നമുക്കുള്ളതെങ്കിൽ പക്ഷേ നമ്മുടെ ഹൃദയത്തിന് വിശാലതയില്ല. റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, പരിഹാരമുണ്ട് മുത്തനബിയെ, പരിഹാരമുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ലതുപോലെ ഖുർആൻ വീടിന്റെ അകത്തടങ്ങളിലിരുന്ന് മുൻകാലങ്ങളിലുള്ളതുപോലെ നല്ലതുപോലെ ഖുർആൻ പാരായണം നടത്തിക്കഴിഞ്ഞാൽ, എപ്പോഴും ഖുർആനോത്ത് അറിയാവുന്ന സൂറത്തുകൾ എപ്പോഴും ഓതിയാൽ വലിയ സമാധാനവും ഫിത്നയിൽ നിന്ന് അത് തടയിടാൻ വലിയ കാരണമായി തീരുമെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കും ആ വഴി തുടരാം. സ്വസ്ഥതയുണ്ടെങ്കിലും അസ്വസ്ഥതയുള്ള വീടാണെങ്കിലും ഒക്കെ, സ്വസ്ഥതയുള്ള വീട് ഇനിയും സ്വസ്ഥമാവട്ടെ. അസ്വസ്ഥതയുള്ള വീടുകളാണെങ്കിൽ ആ അസ്വസ്ഥത മാറിയിട്ട് സ്വസ്ഥത നിലനിൽക്കട്ടെ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി. ഖുർആൻ അങ്ങോട്ട് ഓതിയൊക്കെ എല്ലാ ശൈത്വാനും വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വസ്ഥതയുള്ള നല്ലൊരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ തറാവിയ എത്രാമത്തെ തറാവിയ?